ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്ന ഭാരിച്ച ചുമതലയാണ് മുഖ്യദാസന്റെ തലയിൽ വെച്ചുകൊടുത്തിട്ടുള്ളത്. വളരെ നന്ദിയുണ്ട് കുട്ടി. കുറെ കാലങ്ങളായിട്ട് മുഖ്യദാസന്റെ പ്രഭാഷണങ്ങൾ, അതായത് എഴുതി വായനകൾ നമ്മളിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിന്റെ മൈക്കുമായുള്ള വടംവലിയുടെ പേരിലോ അല്ലെങ്കിൽ പിണക്കത്തിന്റെയോ ഉണക്കത്തിന്റെയോ ഒക്കെ പേരിലായിരിക്കും. നാട്ടുകാരെ, നിങ്ങൾ ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാ. എന്നാൽ നമ്മുടെയൊക്കെ അതിലുള്ള വിരസത മാറ്റാൻ വേണ്ടി മറ്റൊരു വഴിയിലൂടെ അദ്ദേഹം വ്യത്യസ്തനായിരിക്കുകയാണ്. ഉദ്ഘാടനം നിർവഹിക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ മൈക്കിന് മുന്നിലേക്ക് ക്ഷണിക്കാൻ 1-2 സെക്കൻഡ് വൈകിപ്പോയത്രേ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല. വിളിക്കേണ്ടവർക്ക് എന്തോ ഒരു താമസമുള്ള പോലെ ഇങ്ങോട്ട് പോകുന്നത്. ഓരോ വിനാഴിക നേരത്തിനും വലിയ പ്രാധാന്യമുള്ള ആളാണെന്ന് അറിഞ്ഞുകൂടായിരുന്നോ സംഘാടകരെ? ഭയങ്കര മനസ്സ് സങ്കടത്തിൽ സന്തോഷ്, ഭയങ്കര മനസ്സ്. നീ എന്നെ പറ്റിച്ചതാണ് എനിക്കറിയാം. എന്റെ പൊന്നു രായാവേ, ഈ ഇംഗ്ലീഷിലുള്ള എസ്സേ നോക്കി വായിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയും ധൃതി കാണിച്ചത്? ഞങ്ങളുടെ PV മാസ്ഡ എന്ന് പറഞ്ഞ അന്തങ്ങൾ ഇപ്പൊ ഇരച്ചു കയറി വരും. അതാ ഇതിനേക്കാൾ സഹിക്കാൻ പറ്റാത്തത്. കിരീടത്തിലെ മോഹൻലാല് പോണല്ലേ. പാപ്പന് വിഷമായി. Marked by meaningful discussions and productive deliberations. ദൈവത്തെ ഓർത്തല്ല, കാറലും മിത്തപ്പനെ ഓർത്ത് ആ കടലാസ് മുറുക്കി പിടിച്ചോണ്. അല്ലെങ്കിൽ പാവപ്പെട്ട മൈക്കിന്റെ പെടലി ഒടിയും അനൗൺസ് ചെയ്തവന്റെ കാര്യത്തിലും തീരുമാനമാവും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പ്രസ്ഥാനത്തിനിട്ട് പണിയാൻ പുറത്തു നിന്നുള്ള ഒരാളുടെ ആവശ്യമില്ല. തള്ളാൻ ആളെ ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ അവസാനം ആണി അടിക്കാൻ ഒരാൾ ഒറ്റയ്ക്ക് മതി. പറയുമ്പോ ഫീൽ ചെയ്യരുത്, നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല. വിളിക്കാൻ 2-3 സെക്കൻഡ് താമസിച്ച കുറ്റം, പ്രസംഗിച്ചു കഴിഞ്ഞ് നന്ദി പറഞ്ഞ അതിനു കുറ്റം, പ്രസംഗത്തിന് ശേഷം അടുത്ത ആളെ വിളിച്ച അത് കുറ്റം, വാർത്താ സമ്മേളനത്തിൽ എന്തെങ്കിലും എഴുതി വായിക്കാത്ത വേറെ പുറത്തുനിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് പ്രശ്നം, പറഞ്ഞു തീർന്നു കഴിഞ്ഞും ബാക്കിയുള്ളവർ പറഞ്ഞില്ലെങ്കിൽ അത് പ്രശ്നം. ഇതൊക്കെ അവനവന് പറ്റുമ്പോഴേ പഠിക്കൂ. തമാശ പോലും ഇപ്പൊ വഴങ്ങുന്നില്ല എന്നുള്ളതാ. ഒരു തമാശ പറഞ്ഞാൽ പോലും അതിന് ഇത്രയും കനവാ. ആ പരുവത്തിലെത്തി. മുഖത്താണെങ്കിൽ എപ്പോഴും ഒരു കടന്നൽ കുത്തിയ ഭാവം, അതങ്ങ് സ്ഥായി ഭാവമായിട്ട് മാറുകയും ചെയ്തു. ഇനി ഒരു തിരിച്ചുവരവ് അതിന് യാതൊരു സാധ്യതയുമില്ല രായാവേ. അത്രയും വേണോ? ഇരിക്കട്ടെന്ന് ചിലരെങ്കിലും ചുമ്മാ വിചാരിച്ചോട്ടെ.